അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എറണാകുളം കോതമംഗലത്ത് ഇന്നലെ ഒരു 23-കാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. ഈ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇരുവരെയും ഇന്ന് ചോദ്യം ചെയ്യും. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. ഇന്റർനെറ്റിൽ അന്യ സ്ത്രീകളുമായി റമീസ് നടത്തിയ അശ്ലീല ചാറ്റ് സോനയ്ക്ക് ലഭിച്ചിരുന്നതായും ഇത് ഇരുവരും തമ്മിൽ തർക്കത്തിന് കാരണമായതായും പോലീസ് പറയുന്നു. റമീസിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, വെരി ഗുഡ് മോർണിംഗ്. ഇതിലിപ്പോൾ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്തേക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യ, ഇന്നലെ തന്നെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതിൽ, അതല്ലെങ്കിൽ അവരെ പ്രതി ചേർക്കാത്തതിനെതിരെ വലിയ വിമർശനം നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ഈ സോനയുടെ കുടുംബം ഇത് ഉന്നയിച്ചിരുന്നു. റമീസിന്റെ മാതാപിതാക്കളും സോനയെ നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു എന്നൊരു ആരോപണം ഇന്നലെ തന്നെ കുടുംബം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ പോലീസ് അവരുടെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിലും ഈ മാതാപിതാക്കൾക്കെതിരായിട്ടുള്ള ആരോപണവും ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മാതാപിതാക്കളെ കൂടി പ്രതി ചേർക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് സോനയുടെ ആത്മഹത്യാ കുറിപ്പിലടക്കം മാതാപിതാക്കളുടെ പേരും പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്ത് ഇവർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർക്കാനാണ് സാധ്യത. റമീസിനെ ഇന്നലെ രാത്രിയോടുകൂടി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തിരുന്നു. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുവാനും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനുമാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അതിനിടയിൽ തന്നെ റമീസും ഈ സോനയും തമ്മിലുള്ള ബന്ധം, അതിൽ ചില വിള്ളലുകൾ സംഭവിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് താൻ മതം മാറില്ല, പകരം രജിസ്റ്റർ മാരേജ് ചെയ്ത് വിവാഹം കഴിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് സോന എത്തുന്നതിന് കാരണം പോലും ഈ റമീസിന്റെ ചില വാട്സപ്പ് ചാറ്റുകൾ, അത് മറ്റ് സ്ത്രീകളുമായി നടത്തിയ സെക്സ് ചാറ്റുകൾ അടക്കം സോന കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പല വാക്കുതർക്കങ്ങളും ഇവർക്കിടയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്നുകൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതി ഇന്നലെ തന്നെ പോലീസിനോട് തന്റെ മൊബൈൽ ഫോൺ കാണിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം റമീസിന്റെ ഫോണിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളും പോലീസിന് കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ മനോവിഷമത്തിൽ തന്നെയാണ് സോന ആത്മഹത്യ ചെയ്തതെന്ന സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കാരണം റമീസിനെ അത്രയും ഇഷ്ടമായിരുന്നു. കോളേജ് കാലഘട്ടം മുതൽ തുടങ്ങിയ പ്രണയമാണ്. റമീസിന്റെ സ്വഭാവത്തിലെ മോശ സ്വഭാവങ്ങൾ പോലും അത് ആ ഒരു വിഷമം, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിട്ട് പോലും അത് ക്ഷമിച്ച് റമീസിനോടൊപ്പം ജീവിക്കാൻ സോന തയ്യാറായിരുന്നു. പക്ഷേ റമീസ് ആയിക്കോട്ടെ മതം മാറണമെന്ന് നിർബന്ധിച്ച് ഈ സോനയെ ഒഴിവാക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നപ്പോഴാണ് അതിൽ മനം നൊന്ത് സോന ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇപ്പോൾ സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്ന് ലഭിക്കും. അതിൽ ഈ റമീസ് മർദ്ദിച്ചു എന്ന പരാതി കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത കൈവരും. ഒപ്പം ഈ പീഡനം നടന്നിട്ടുണ്ടോ എന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. തീർച്ചയായും നവമി സൂചിപ്പിച്ചത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. നവമി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റമീസിന്റെ ദൂഷ്യ സ്വഭാവങ്ങളൊക്കെ സോനയ്ക്ക് അറിയാമായിരുന്നിട്ട് പോലും റമീസിനെ തന്നെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് അതിൽ തന്നെ വാശി പിടിച്ചു നിന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഈ കുടുംബത്തിന് ഈ മതം മാറ്റത്തിന് അത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റമീസ് എന്നും ഇത്തരത്തിൽ മകളെ കൊണ്ടുപോയി മർദ്ദിച്ച കാര്യവും ഒക്കെ ധാരണയുണ്ടായിരുന്നോ? അതോ ഈ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ഈ സുഹൃത്ത് വഴി മാത്രമാണോ റമീസിന്റെ ഈ ദൂഷ്യ സ്വഭാവത്തെക്കുറിച്ച് സോനയുടെ കുടുംബം അറിഞ്ഞത്? ഇന്നലെ നമ്മൾ സോനയുടെ കുടുംബവുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ധാരണയുണ്ടായിരുന്നില്ല. കാരണം സോന തന്റെ സുഹൃത്ത്, ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ജോയ്സി എന്ന പെൺകുട്ടി, അതായിരുന്നു സോനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവളോടാണ് എല്ലാ കാര്യങ്ങളും സോന പങ്കുവെക്കുകയും ചെയ്തിരുന്നത്. ജോയ്സിയോട് പോലും സോന വിലക്കിയിരുന്നു. തന്റെ സഹോദരനോടോ അമ്മയോടോ ഇക്കാര്യങ്ങളൊന്നും പറയരുത്,
റമീസിനെ ഇങ്ങനെ അനാശാസ്യത്തിൽ പിടിച്ച കാര്യം പറയരുത്, അല്ലെങ്കിൽ റമീസ് മറ്റു സ്ത്രീകളുമായിട്ട് വഴിവിട്ട ബന്ധം പുലർത്തുന്ന കാര്യങ്ങളൊന്നും പറയരുത്, തന്നെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നോ മർദ്ദിച്ചു എന്ന കാര്യങ്ങളൊന്നും സഹോദരൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകും. റമീസിനെ മർദ്ദിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ, അതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും തന്നെ പറയരുതെന്ന കർശന നിർദ്ദേശം ഈ സോന സുഹൃത്തു കൂടിയായിട്ടുള്ള ജോയ്സിക്ക് നൽകിയിരുന്നു. അത് ഇന്നലെ ജോയ്സ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ താനും കുടുംബത്തോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അതങ്ങനെ ചെയ്തത് മോശമായി പോയി, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായി സോനയുടെ കുടുംബത്തോട് ഈ വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ സോനയുടെ ജീവൻ ഇന്ന് നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊരു കുറ്റബോധം കൂടി ഈ കൂട്ടുകാരിയായിട്ടുള്ള ജോയ്സി മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. സോനയുടെ ഭയം തന്റെ സഹോദരൻ റമീസിനെ മർദ്ദിക്കുമോ എന്നായിരുന്നു. കാരണം അത്രയേറെ ഇഷ്ടമായിരുന്നു സോനയ്ക്ക് റമീസിനെ. എത്ര മോശം സ്വഭാവമായാൽ പോലും താൻ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുവാനും സോന തയ്യാറായിരുന്നു. പിന്നീട് സോനയുടെ മരണം കഴിഞ്ഞു, സോനയുടെ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷമാണ് സോനയുടെ സുഹൃത്ത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സോനയുടെ സഹോദരനോട് വെളിപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ച് വലിയ ഒരു ഷോക്ക് തന്നെയായിരുന്നു. കാരണം തന്റെ സഹോദരി ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ. പിന്നീടാണ് ഇത് കേസുമായി മുന്നോട്ട് പോകുവാനും റമീസ് മർദ്ദിച്ചു എന്ന കാര്യങ്ങളിലെല്ലാം കുടുംബം ഞെട്ടലോടെ കേൾക്കുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവർക്ക് തന്നെ അറിയാം മതം മാറാൻ തീരുമാനിച്ചതായിരുന്നു. പിന്നീട് എന്തുപറ്റി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ, എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന ആശയക്കുഴപ്പത്തിൽ കുടുംബം നിൽക്കുമ്പോഴാണ് ഈ ആത്മഹത്യയെക്കുറിച്ച് കിട്ടുകയും ഈ പെൺകുട്ടിയുടെ മൊഴിയടക്കം കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം കുടുംബത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തത്. പിന്നീടാണ് കുടുംബവും പരാതിയുമായി മുന്നോട്ട് പോകുവാനും തീരുമാനിച്ചത്. അവർ തുടക്കം മുതൽ പറയുന്നുണ്ട് തങ്ങൾക്ക് ഈ കല്യാണത്തോട് വിയോജിപ്പുണ്ടായിരുന്നില്ല, സോനയുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ, ഇപ്പോൾ അവൾക്ക് മതം മാറി റമീസിനോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ പിതാവിന്റെ മരണം കഴിഞ്ഞ് 1 വർഷം 3 മാസമേ ആയിട്ടുള്ളൂ. 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം മതി വിവാഹം എന്ന നിബന്ധന മാത്രമാണ് സോനയുടെ കുടുംബം മുന്നോട്ട് വെച്ചത്. പക്ഷെ റമീസിന്റെ കുടുംബമാകട്ടെ അത് അംഗീകരിക്കാൻ പോലും തയ്യാറായില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് സോനയെ പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റണം എന്ന ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സോനയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും ഈ മർദ്ദനം നടന്നു എന്ന് പറയുന്ന ദിവസം പോലും റമീസും കുടുംബവും പറഞ്ഞത് കാർ അല്പസമയത്തിനുള്ളിൽ വരും, നീ ആ കാറിൽ കയറി പൊന്നാനിയിലേക്ക് പോകണം, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി, നിന്റെ കുടുംബത്തോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞേക്കാം, ഒപ്പം തന്നെ തിരിച്ചു വരുമ്പോൾ നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ കഴിയില്ല, പിന്നെ റമീസിനോടൊപ്പം ആ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന നിർദ്ദേശം കൂടി ആയപ്പോഴാണ് സോനയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയാതെയും തനിക്ക് തന്റെ കുടുംബത്തോട് പറയാതെ പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സോന എത്തുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് മർദ്ദനമടക്കം നടന്നു എന്നതാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ മൊഴി പ്രതിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയുടെ കുടുംബത്തെയും വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ആര്യ, ഇന്നലെയൊക്കെ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വാർത്ത കേട്ടത്. പ്രണയത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രണയിച്ച ആളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ ഈ പെൺകുട്ടി പിന്നീട് ആ കുടുംബം അനുഭവിക്കുന്ന വേദന എല്ലാം നമ്മൾ ഇന്നലെ നേരിട്ട് കണ്ടതായിരുന്നു. തീർച്ചയായും. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും റഹീസിന്റെ മാതാപിതാക്കളെ കൂടി 23-കാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്.